മീഡിയയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിന്റെ ബയോളജിയുടെ മൂന്നാമത്തെ പാഠഭാഗത്തിന്റെ ബാലൻസ് ടോപ്പിക്കാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്ലാൻഡിനെ കുറിച്ചാണ് സംസാരിച്ചത്. തൈറോയിഡ് ഗ്ലാൻഡ് ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകളായ തൈറോക്സിനെ കുറിച്ചും കാൽസിട്ടോണിനെ കുറിച്ചും സംസാരിച്ചു. കാൽസിട്ടോണിന്റെ ധർമ്മം പറഞ്ഞിരുന്നു. കാരണം കാൽസിട്ടോണിനെ കുറിച്ചുകൂടെ നമുക്ക് ഇന്ന് ഇവിടെ വ്യക്തമായിട്ട് സംസാരിക്കണം. അത് വരുന്ന വഴിക്ക് നമുക്ക് ക്ലിയർ ആകും. ഇപ്പൊ ആദ്യം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മറ്റൊരു ഗ്ലാൻഡിനെ കുറിച്ചാണ്. ഗ്ലാൻഡിന്റെ പേര് പാരാതൈറോയിഡ് ഗ്ലാൻഡ്. പാരാതൈറോയിഡ് ഗ്ലാൻഡ് എന്ന ഗ്ലാൻഡിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. തൈറോയിഡ് ഗ്ലാൻഡിന് തൊട്ടു താഴെയായി കാണപ്പെടുന്ന അസ്റ്റ്യൂഫ്ലാപ്സ്, രണ്ട് ദളങ്ങളുടെ രൂപത്തിൽ കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡാണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ്. പാരാതൈറോയിഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരാണ് പാരാതെർമോൺ എന്ന് വിളിക്കും. പാരാതൈറോയിഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് പാരാതെർമോൺ. ഈ ഹോർമോണിന്റെ ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയുകയാണ് എങ്കിൽ അതിനെ ഉയർത്തുക. സാധാരണ അളവിൽ നിന്ന് താഴെ പോവുകയാണെങ്കിൽ അതിനെ ഉയർത്തി അതിന്റെ സാധാരണ അളവിൽ എത്തിക്കുക എന്ന ധർമ്മം നിർവഹിക്കുന്ന ഹോർമോണാണ് പാരാതെർമോൺ എന്ന ഹോർമോൺ. ഉൽപ്പാദിപ്പിക്കുന്നത് പാരാതൈറോയിഡ് ഗ്ലാൻഡ്. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ഇനി രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് നമുക്ക് 9 മുതൽ 11 മില്ലിഗ്രാം പെർ 100 ml. 100 ml രക്തമെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പരമാവധി 11 ഗ്രാമും ഏറ്റവും കുറഞ്ഞത് 9 മില്ലിഗ്രാമുമായി. ഈ 9നും 11നും ഇടയിലായിരിക്കണം നമ്മുടെ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് നിലനിൽക്കേണ്ടത്. അപ്പൊ ഈ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് നിലനിർത്തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്, ഈ പാരാതൈറോയിഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന പാരാതെർമോണിനെ കൊണ്ട് മാത്രം സാധ്യമല്ല. കാരണം പാരാതെർമോണിന്റെ ധർമ്മം നമ്മൾ പറയുകയുണ്ടായി, കുറയുവാണെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? കൂട്ടണം എന്ന് പറയും. അപ്പൊ ഇനി കൂടുകയാണെങ്കിൽ കുറയ്ക്കുന്ന ഒരാളെ കുറിച്ചുകൂടെ നമുക്കിവിടെ സംസാരിക്കേണ്ടിയിരിക്കും. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുകയുണ്ടായി. തൈറോയിഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന കാൽസിട്ടോണിൻ എന്ന ഹോർമോണിനെ കുറിച്ച് നമ്മൾ പുള്ളിക്കാരന്റെ ധർമ്മമാണ് കൂടുവാണെങ്കിൽ അതിനെ എന്ത് ചെയ്യാന്നുള്ളത് കുറയ്ക്കുക. അപ്പം നമ്മൾ ആദ്യ ക്ലാസ്സിൽ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പാൻക്രിയാസ് മാത്രം വിചാരിച്ചാൽ മതിയായിരുന്നു. കാരണം പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോൺ ഉണ്ടായിരുന്നു, ഇൻസുലിനും ഗ്ലൂക്കഗോണും, അവർ രണ്ടുപേരും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം കാൽസ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ 2 ഗ്രന്ഥികൾ നിയന്ത്രിക്കണം. പാരാതൈറോയിഡ് ഗ്ലാൻഡും സഹായിക്കണം. ആരും സഹായിക്കണം? തൈറോയിഡ് ഗ്ലാൻഡും സഹായിക്കും. കാരണം ഇത് കുറഞ്ഞു പോവുകയാണെങ്കിൽ കൂട്ടാൻ സഹായിക്കുന്നത് പാരാതൈറോയിഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന പാരാതെർമോണും, കൂടിപ്പോവുകയാണെങ്കിൽ കുറയ്ക്കാൻ സഹായിക്കുന്നത് തൈറോയിഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ആരുമാണ്? കാൽസിട്ടോണും. അപ്പൊ ഈ 2 ഗ്രന്ഥികളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കൃത്യമായി നിലനിർത്തുവാൻ നമ്മെ സഹായിക്കുന്നത്. രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് നമ്മൾ പറഞ്ഞു എത്രയാണ്? 9 മുതൽ 11 മില്ലിഗ്രാം വരെയാണ് രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇത് നിലനിർത്തുന്നത്? എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നു? എന്തെല്ലാം പ്രവർത്തനത്തിൽ കൂടിയാണ് ഇതിന്റെ ഈ കൃത്യത നിലനിർത്തുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പം സാധാരണ അളവ് നമ്മൾ പറഞ്ഞു 9 മുതൽ 11 മില്ലിഗ്രാം വരെയാണ്. 100 ml രക്തത്തിൽ 9 മുതൽ 11 മില്ലിഗ്രാം വരെയാണ്. ഇപ്പൊ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കൂടി എന്നിരിക്കട്ടെ, 11 മില്ലിഗ്രാമിൽ നിന്നും ഉയർന്നു. അപ്പോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ നമുക്കറിയാം. ആരാണ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ? കാൽസിട്ടോണിനാണ്. അപ്പൊ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കൂടുകയാണ് എങ്കിൽ കാൽസിട്ടോണിൻ, തൈറോയിഡ് ഗ്ലാൻഡ് അധികമായിട്ട് ആരെ അങ്ങോട്ട് ഉൽപ്പാദിപ്പിക്കുന്നു? കാൽസിട്ടോണിനെ ഉൽപ്പാദിപ്പിക്കുകയും കാൽസിട്ടോണിൻ എന്തോ ചെയ്യുമെന്ന് അറിയാമോ? 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, പ്രിവെന്റ് ദ മിക്സിംഗ് ഓഫ് കാൽസ്യം ഫ്രം ദ ബോൺസ് ടു ദ ബ്ലഡ്. കുറയ്ക്കുക ചെയ്യുന്നത്. ഇപ്പൊ സാധനം കൂടിയിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. കുറയ്ക്കാനായിട്ട് കാൽസിട്ടോണിൻ ചെയ്യുന്ന ഒന്നാമത്തെ മാർഗം എന്താണെന്നറിയോ? പ്രിവെന്റ് ദ മിക്സിംഗ് ഓഫ് കാൽസ്യം ഫ്രം ദ ബോൺസ് ടു ദ ബ്ലഡ്. ബോൺസിൽ നിന്ന്, അസ്ഥികളിൽ നിന്ന് കാൽസ്യം ബ്ലഡിലേക്ക് മിക്സ് ചെയ്യുന്ന പരിപാടി അങ്ങ് പ്രിവെന്റ് ചെയ്യും. വീണ്ടും ബ്ലഡിനകത്തോട്ട് കാൽസ്യം വന്നുകൊണ്ടിരുന്ന കാൽസ്യത്തിന്റെ അളവ് എന്ത് ചെയ്യത്തേ ഉള്ളൂ? കൂടത്തേ ഉള്ളൂ. മനസ്സിലാവുന്നല്ലോ? അങ്ങനെ കൂടാതിരിക്കാൻ ആദ്യം ചെയ്യുന്ന പരിപാടി എന്തോന്നാ പറഞ്ഞിരിക്കുന്നത്? ഈ ബ്ലഡിലേക്ക് കാൽസ്യം ബോണിൽ നിന്ന് വരുന്നത് എന്ത് ചെയ്യുന്നു? അങ്ങ് പ്രിവെന്റ് ചെയ്യും, അങ്ങ് തടയും. ഒന്നാമത്തെ മാർഗം. മനസ്സിലാവുന്നുണ്ടോ? രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ഇപ്പം 11 മില്ലിഗ്രാം ആണ് നമ്മുടെ
കാൽസ്യത്തിന്റെ അളവ് മാക്സിമം വരുന്നത്. അതൊരു 15 മില്ലിഗ്രാം ആയി ഇരിക്കട്ടെ, ഉദാഹരണമാണ്. അപ്പൊ അധികമായിട്ട് 4 മില്ലിഗ്രാം ഉണ്ട്. ഈ അധികമായിട്ടുള്ള കാൽസ്യത്തെ അവിടെ നിന്ന് നേരെ ബോൺസിലേക്കാണ് സ്റ്റോർ ചെയ്യും. ബ്ലഡിൽ നിന്ന് എക്സസ് ആയിട്ടുള്ള കാൽസ്യത്തെ എന്ത് ചെയ്യുന്നു? ബോൺസിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും. ഈ രണ്ട് മാർഗങ്ങളിൽ കൂടിയാണ് കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയ്ക്കുന്നത്. അപ്പൊ രണ്ട് മാർഗങ്ങളാണ് പുള്ളിക്കാരൻ ചെയ്തത്. ഒന്നാമത്തെ മാർഗം ബോൺസിൽ നിന്ന് ബ്ലഡിലേക്കുള്ള കാൽസ്യത്തിന്റെ മിക്സിംഗ് എന്ന് പ്രിവെന്റ് ചെയ്യുന്നു. രണ്ടാമത്തെ മാർഗം എക്സസ് കാൽസ്യത്തെ ബ്ലഡിൽ നിന്ന് ബോണിലേക്ക് എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യും. അപ്പൊ ഈ കൂടിയ സാധനം നേരെ കുറഞ്ഞ് എവിടെ എത്തുന്നു? നോർമൽ സ്റ്റേറ്റ്. ഇനി തിരിച്ചു പറയുന്നു, കുറഞ്ഞു പോയി. ആരാണ് കൂട്ടാൻ സഹായിക്കുന്നത്? പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന പാരാതെർമോൺ എന്ന് പറയുന്ന ഹോർമോൺ. അപ്പൊ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് 9 കുറയുകയാണ് എങ്കിൽ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ആരെ അധികമായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്നു? പാരാതെർമോൺ എന്ന് പറയുന്ന ഹോർമോണിനെ ധാരാളമായ രീതിയിൽ നമുക്ക് ഉൽപ്പാദിപ്പിക്കും. എങ്ങനെയാണ് ഈ പാരാതെർമോൺ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കൂട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. മനസ്സിലാകുന്നുണ്ടോ? ആ കാര്യങ്ങളാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ മാർഗം, reabsorb the calcium from the kidney to the blood. വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ ആഗിരണം ചെയ്ത് എവിടെ കൊണ്ടിട്ട് കൊടുക്കും? ബ്ലഡിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പൊ ബ്ലഡിലെ കാൽസ്യത്തിന്റെ അളവ് 9 കുറഞ്ഞു പോയി, ഒരു 7 ആയിപ്പോയി. ഉദാഹരണം 2 കുറവാണ്. കുറച്ച് കാൽസ്യത്തെ എവിടുന്ന്? വൃക്കകളിൽ നിന്ന് ആഗിരണം ചെയ്ത് എവിടെ കൊണ്ടിട്ട് കൊടുക്കുന്നു? ബ്ലഡിൽ കൊണ്ടിട്ട് കൊടുക്കുന്നു. പ്രിവെന്റ് ദി എന്താണ്? അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം ടു ദ ബോൺ ഓർ സ്റ്റോറേജ് ഓഫ് കാൽസ്യം ടു ദ ബോൺ. നേരത്തെ നമ്മുടെ കാൽസിറ്റോണിൻ രക്തത്തിൽ നിന്ന് കാൽസ്യത്തെ ബോൺസിലേക്ക് കൊണ്ട് സ്റ്റോർ ചെയ്യുമെന്ന് പറഞ്ഞത്, അതങ്ങ് പ്രിവെന്റ് ചെയ്യും. ഒന്നാമത്തെ മാർഗം, കാൽസ്യം ബ്ലഡിൽ നിന്ന് എങ്ങോട്ടും പോകാതെ പുള്ളിക്കാരൻ അവിടെ തന്നെ പിടിച്ചു നിർത്തുന്നു. രണ്ടാമതായിട്ട് ചെയ്യുന്നത്, വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ അബ്സോർബ് ചെയ്ത് എവിടെ എത്തിക്കുന്നു? ബ്ലഡിലേക്ക് എത്തിക്കും. അപ്പൊ ഇവര് രണ്ടുപേരും തൈറോയ്ഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ, പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന പാരാതെർമോൺ എന്ന് പറയുന്ന ഹോർമോണും ഒരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കൃത്യമായി നമുക്ക് നിലനിർത്തുവാൻ സാധിക്കും. രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ അളവ് പറയുകയുണ്ട്. എത്രയാണ്? 9 മുതൽ 11 മില്ലിഗ്രാം. 100 ml രക്തം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ 9 മുതൽ 11 മില്ലിഗ്രാം വരെയാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ ശരീരത്തിലെ കാൽസ്യത്തിന്റെ അളവ് നമുക്ക് വേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? അത് നിലനിർത്തുവാൻ സഹായിക്കുന്നത് 2 ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ്. ഒന്നാമത്തെ ഗ്രന്ഥി തൈറോയിഡ് ആണ്. തൈറോയ്ഡ് ഉൽപ്പാദിപ്പിക്കുന്ന കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണും പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാരാതെർമോൺ എന്ന് പറയുന്ന ഹോർമോണും ഒരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കൃത്യമായി നിലനിർത്തുവാൻ സാധിക്കൂ. അത് എങ്ങനെയാണെന്ന് പറഞ്ഞു. രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കുറയുകയാണെങ്കിൽ കൂട്ടുവാൻ സഹായിക്കുന്നത് പാരാതെർമോണും, അതേപോലെ കൂടിക്കഴിഞ്ഞാൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ആരാണ്? കാൽസിറ്റോണിനുമാണ്. എങ്ങനെയാണ് ഈ കാൽസിറ്റോണിൻ കുറയ്ക്കുന്നത്? കാൽസിറ്റോണിൻ 2 മാർഗങ്ങളാണ് ഇത്. ഒന്നാമത്തെ എന്താണ്? ബോൺസിൽ നിന്ന് കാൽസ്യം ബ്ലഡിലേക്ക് ഇറങ്ങി വരുന്നത് തടയും. ഒരു കാരണവശാലും ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ല. വീണ്ടും വീണ്ടും ബ്ലഡിലേക്ക് കാൽസ്യം എന്ന് പറഞ്ഞാൽ കാൽസ്യത്തിന്റെ അളവ് കൂടത്തുള്ളൂ. അപ്പം എന്താണ്? മിക്സിംഗ് ഓഫ് കാൽസ്യം ഫ്രം ദ ബോൺസ് ടു ദ ബ്ലഡ്. പ്രിവെന്റ് ദ മിക്സിംഗ് ഓഫ് കാൽസ്യം ഫ്രം ദ ബോൺസ് ടു ദ ബ്ലഡ്. ബോൺസിൽ നിന്ന് ബ്ലഡിലേക്ക് കാൽസ്യം മിക്സ് ചെയ്യുന്ന എന്ത് ചെയ്യുന്നു? പ്രിവെന്റ് ചെയ്യുന്നു. The excess calcium from the blood to store in the bones. അധികമായിട്ട് ബ്ലഡിൽ കാണപ്പെടുന്ന കാൽസ്യത്തെ എവിടെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുന്നു? ബോൺസിൽ, എല്ലുകളിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുന്നു. ഇനി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കൂട്ടുന്നയാൾ ആരാണെന്ന് പറഞ്ഞു? പാരാതെർമോൺ ആണ്. എങ്ങനെയാണ് പുള്ളിക്കാരൻ കൂട്ടുന്നത്? റീഅബ്സോർബ് ദ കാൽസ്യം ഫ്രം ദ കിഡ്നി. കിഡ്നിയിൽ നിന്ന്, വൃക്കകളിൽ നിന്ന് കാൽസ്യത്തെ എങ്ങോട്ട് റീഅബ്സോർബ് ചെയ്യുന്നു? ബ്ലഡിലേക്ക് റീഅബ്സോർബ് ചെയ്യുന്നു. അതേപോലെ എന്താണ്? പ്രിവെന്റ് ദി സ്റ്റോറേജ് ഓഫ് കാൽസ്യം ടു ദ ബോൺസ്. ബ്ലഡിൽ നിന്ന് ബോണിലേക്ക് കാൽസ്യം പോയി സ്റ്റോർ ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു? എന്ന് പ്രിവെന്റ് ചെയ്യും. ഈ 2 മാർഗങ്ങളിൽ കൂടിയാണ് നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിന്റെ അളവ് നിലനിർത്തപ്പെടുന്നത്. ഇത്രയാണ് നമുക്ക് തൈറോയ്ഡ് ഗ്ലാൻഡിനെ കുറിച്ചും പാരാതൈറോയ്ഡ് ഗ്ലാൻഡിനെ കുറിച്ചും പറയാം. അടുത്തത് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന മറ്റൊരു ഗ്ലാൻഡാണ്. ഗ്ലാൻഡിന്റെ പേരാണ് തൈമസ് ഗ്ലാൻഡ്. ഒരു ചെറിയ ഒരു ഗ്ലാൻഡാണ് തൈമസ് ഗ്ലാൻഡ്. തൈമസ് ഗ്ലാൻഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഒരു മനുഷ്യൻ അവന്റെ ജനനം അല്ലെങ്കിൽ പ്രായപൂർത്തിയാകുന്ന ഏകദേശം ഒരു കാലഘട്ടം വരെ മാത്രമേ ഈ ഗ്ലാൻഡ് നിലനിൽക്കൂ. അതെന്താണ് നമുക്ക് വരുമ്പോൾ പറയാം. തൈമസ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരാണ് തൈമോസിൻ എന്ന് വിളിക്കും. തൈമോസിൻ, തൈമസ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരാണ് തൈമോസിൻ. അതായത് ശൈശവാവസ്ഥയിലൊക്കെ നമ്മുടെ ശരീരത്തിലെ ലിംഫോസൈറ്റുകളുടെ, ലിംഫോസൈറ്റ് എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനം ശക്തമാക്കാൻ സഹായിക്കുന്നയാളാണ് ലിംഫോസൈറ്റ്.
ഈ ലിംഫോസൈറ്റുകളുടെ നിർമ്മാണത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട്, അപ്പൊ ലിംഫോസൈറ്റുകളുടെ നിർമ്മാണത്തെ പ്രൊമോട്ട് ചെയ്തിട്ട് ആ ശൈശവാവസ്ഥയിൽ, ശിശുവായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്തു തരിക. യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ അവന്റെ യുവത്വത്തിലേക്ക്, യൂത്ത് ആകുന്നത് വരെ ആ ശരീരത്തിന് ആവശ്യമായ രോഗപ്രതിരോധ സംവിധാനം സാധ്യമാക്കി തരാൻ സഹായിക്കുന്ന ഹോർമോണാണ് തൈമസ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന തൈമോസിൻ എന്ന ഹോർമോൺ. അതുകൊണ്ട് തന്നെ ഈ ഹോർമോണിനെ നമ്മൾ മറ്റൊരു പേര് വിളിക്കുന്നു യൂത്ത് ഹോർമോൺ എന്ന് വിളിക്കും. യൂത്ത് ഹോർമോൺ. ഈ ഒരു മനുഷ്യൻ അവന്റെ പ്രായപൂർത്തിയാകുന്ന കാലഘട്ടത്തോടു കൂടി ഈ ഗ്ലാൻഡ് പതിയെ പതിയെ റെഡ്യൂസ് ചെയ്ത് ലോപിച്ച് അത് പ്രവർത്തനക്ഷമമല്ലാതെ, പ്രവർത്തനരഹിതമാണ്. അയാളെ ആ യുവത്വത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുക എന്നത് മാത്രമാണ് ആ ഹോർമോണിന്റെ ഫംഗ്ഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഹോർമോണിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? യൂത്ത് ഹോർമോൺ എന്നാണ്. അപ്പൊ തൈമസ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേരാണ് തൈമോസിൻ. അതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? യൂത്ത് ഹോർമോൺ എന്ന പേരിലാണ്, യുവത്വ ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. യുവത്വ ഗ്രന്ഥി, യൂത്ത് ഗ്ലാൻഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ആരെ വിളിക്കാം? തൈമസ് ഗ്ലാൻഡ് നമുക്ക് വിളിക്കാം. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞിരിക്കുന്നത്? ഇത്രയും കൂടി നമുക്ക് തൈമസ് ഗ്രന്ഥിയെ കുറിച്ച് പറയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സ്റ്റേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാറൽ എന്ന് പറയും. നമ്മുടെ ഈ റിബ്സ്, വാരിയലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ നടുക്കൂടുകളിൽ, ഈ എല്ലിന് തൊട്ട് പിറകിലായിട്ടാണ് നമ്മുടെ ആര് കാണപ്പെടുന്നത്? തൈമസ് ഗ്രന്ഥി കാണപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ തൈമസ് ഗ്രന്ഥിയെ കുറിച്ച് നമുക്ക് ഒന്നുകൂടെ പറയാം. തൈമസ് ഗ്രന്ഥി കാണപ്പെടുന്നത് ബിഹൈൻഡ് ദ സ്റ്റേണം, സ്റ്റേണത്തിന് തൊട്ട് പിറകിലായിട്ടാണ്. ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേര് തൈമോസിൻ എന്നാണ്. തൈമോസിന്റെ ഫംഗ്ഷൻ പറഞ്ഞു എന്താണ്? പ്രൊമോട്ട് ദ മെച്ചുറേഷൻ ഓഫ് ടി ലിംഫോസൈറ്റ്. അങ്ങനെ തന്നെ നമുക്ക് പറയാം, മെച്ചുറേഷൻ ഓഫ് ടി ലിംഫോസൈറ്റ്. ടി ലിംഫോസൈറ്റുകളുടെ മെച്ചുറേഷൻ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി സാധ്യമാക്കി തരിക അപ് ടു യൂത്ത്. ഏത് കാലഘട്ടം വരെ? യുവത്വ കാലഘട്ടം വരെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുക, യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ യുവത്വത്തിലേക്ക് എത്തിക്കുക എന്ന് കൂടി നമുക്ക് പറയാം. അതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്ന യൂത്ത് ഹോർമോൺ എന്നാണ് നമ്മൾ ഇതിനെ കുറിച്ച് പറയുന്നത്. അത് നമ്മുടെ തൈമസ് ഗ്രന്ഥിയെ കുറിച്ച് പറയും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പൊ നമ്മളിന്ന് പറഞ്ഞത് തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ രണ്ടാമത്തെ ഹോർമോൺ ആയിട്ടുള്ള കാൽസിട്ടോണിനെ കുറിച്ചും പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന പാരാതോർമോൺ എന്ന് പറയുന്ന ഹോർമോണിനെ കുറിച്ചും ഇവര് രണ്ടുപേരും എങ്ങനെയാണ് കാൽസ്യത്തിന്റെ അളവ് നിലനിർത്തുന്നത് എന്നതിനെ കുറിച്ചും തുടർന്ന് തൈമസ് ഗ്രന്ഥിയെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തതായിട്ട് നമ്മൾ മറ്റൊരു ഗ്രന്ഥിയിലേക്ക് കടക്കുകയാണ്. അടുത്ത ഹോർമോണിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഗ്രന്ഥിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത ഗ്രന്ഥിയുടെ പേരാണ് അഡ്രിനൽ ഗ്രന്ഥി. അഡ്രിനൽ ഗ്ലാൻഡ്. ഇയാളുടെ സ്ഥാനം നമുക്ക് ആദ്യം പറയാം. എവിടെയാണ് പുള്ളിക്കാരൻ കാണപ്പെടുന്നത് എന്ന് പറയും. നമ്മുടെ വൃക്കകൾക്ക് തൊട്ടു മുകളിലായിട്ട് ഒരു തൊപ്പിയുടെ ആകൃതിയിൽ, കപ്പിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് ആരെന്ന് പറഞ്ഞിരിക്കുന്നത്? അഡ്രിനൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ അഡ്രിനൽ ഗ്രന്ഥി എന്ന് പറയുന്നത്. വൃക്കകൾക്ക് തൊട്ടു മുകളിലായിട്ട് ഏകദേശം ഈ ഒരു ആകൃതിയിലായിരിക്കും പുള്ളിക്കാരൻ ചെയ്യുന്നത് കാണുന്നത്. ഇതിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്. പണ്ട് നമ്മൾ പഠിച്ചതിന്റെ കൂടെ തന്നെ പുറം ഭാഗത്തെ വിളിക്കുന്ന പേര് കോർട്ടെക്സ് എന്നും അകംഭാഗത്തെ വിളിക്കുന്ന പേരെന്താണ്? മെഡുല എന്നും. കോർട്ടെക്സ്, മെഡുല എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും ആർക്ക് കാണപ്പെടുന്നത്? നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിന് കാണപ്പെടുന്നത്. അപ്പൊ അഡ്രിനൽ ഗ്ലാൻഡ് ഇറ്റ്സ് അനദർ എൻഡോക്രൈൻ ഗ്ലാൻഡ്, മറ്റൊരു അന്തസ്രാവി ഗ്രന്ഥിയാണ്. പുള്ളിക്കാരൻ കാണപ്പെടുന്നത് പറഞ്ഞു വൃക്കകൾക്ക് തൊട്ടു മുകളിൽ ഒരു തൊപ്പിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന ഗ്ലാൻഡ് ആണ് ആരെന്ന് പറഞ്ഞിരിക്കുന്നത്? അഡ്രിനൽ ഗ്ലാൻഡ്. അഡ്രിനൽ ഗ്ലാൻഡിന്റെ കോർട്ടെക്സ് 3 ഹോർമോണുകളെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. കോർട്ടെക്സ് 3 ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഒന്നാമത്തെ പേരാണ് കോർട്ടിസോൾ, രണ്ടാമത്തത് ആൾഡോസ്റ്റിറോൺ, മൂന്നാമത്തത് സെക്സ് ഹോർമോൺസ്. കോർട്ടിസോള്, ആൾഡോസ്റ്റിറോണ്, സെക്സ് ഹോർമോൺസ് എന്നിങ്ങനെ 3 ഹോർമോണുകളെയാണ് ആര് നമുക്ക് ഉൽപ്പാദിപ്പിച്ചു തരുന്നത്? അഡ്രിനൽ ഗ്ലാൻഡിന്റെ കോർട്ടെക്സ്. തിരിഞ്ഞു പോകരുത്. കോർട്ടെക്സ്, മെഡുല എന്നിങ്ങനെ 2 ഭാഗങ്ങളാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കോർട്ടെക്സും ഹോർമോണുകളെ ഉൽപ്പാദിപ്പിച്ചു തരുന്നുണ്ട്, മെഡുലയും ഹോർമോണുകളെ ഉൽപ്പാദിപ്പിച്ചു തരുന്നുണ്ട്. കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ 3 എണ്ണമാണ്. ഒന്നാമത്തേനെ വിളിക്കുന്ന പേര് കോർട്ടിസോൾ, രണ്ടാമത്തേനെ വിളിക്കുന്നു ആൽഡോസ്റ്റിറോൺ, മൂന്നാമത്തേനെ വിളിക്കുന്നു സെക്സ് ഹോർമോൺസ്. ആദ്യം നമുക്ക് നമ്മുടെ കോർട്ടിസോളിന്റെ ധർമ്മങ്ങളെ ഒന്ന് പരിചയപ്പെടാം. 3 ധർമ്മങ്ങളാണ് നമുക്ക് കോർട്ടിസോളിൽ പറയാനുള്ളത്. ഒന്നാമത്തത് സിന്തസൈസ് ഗ്ലൂക്കോസ് ഫ്രം പ്രോട്ടീൻസ്. പ്രോട്ടീൻ, മാംസ്യത്തിൽ നിന്ന് എന്തിനെ ഉണ്ടാക്കിയെടുക്കുക? ഗ്ലൂക്കോസിനെ നിർമ്മിച്ചു നൽകുക എന്നത് കോർട്ടിസോളിന്റെ ഒന്നാമത്തെ ധർമ്മമാണ്. രണ്ടാമത്തത് സ്ലോ ഡൗൺ ദ ആക്ഷൻ ഓഫ് ഡിഫൻസ് സെല്ല്.
പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനത്തെ സ്ലോ ഡൗൺ ചെയ്യുക, മന്ദീഭവിപ്പിക്കുക, കുറയ്ക്കുക എന്ന് പറയുന്നത് ആരുടെ മറ്റൊരു ധർമ്മമായിട്ട് കണക്കാക്കാം? കോർട്ടിസോൾ. അപ്പൊ കോർട്ടിസോളിന്റെ ഒന്നാമത്തെ ധർമ്മം പറഞ്ഞത് ഗ്ലൂക്കോസിനെ ഉണ്ടാക്കി നൽകുന്നു. എന്തിൽ നിന്ന്? പ്രോട്ടീനിൽ നിന്ന് ഗ്ലൂക്കോസിനെ ഉണ്ടാക്കി നൽകുന്നു. രണ്ടാമത് പറഞ്ഞു ഡിഫൻസ് സെല്ലുകളുടെ പ്രവർത്തനത്തെ എന്ത് ചെയ്യുന്നു? സ്ലോ ഡൗൺ ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞത്? അതേപോലെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ കൺട്രോൾ ഇൻഫ്ലമേറ്ററി ആക്ഷൻ ആൻഡ് അലർജി. ഇൻഫ്ലമേറ്ററി റെസ്പോൺസിനെ കുറിച്ചൊക്കെ നമ്മൾ അടുത്ത പാഠഭാഗങ്ങളിലൊക്കെ വിശദമായിട്ട് പഠിക്കും. അതായത് നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ ചെറിയ മുറിവ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മുറിവിന് ചുറ്റും നീര് ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. ആ നീര് വെക്കുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഇതിനെയും അലർജി ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നതും ആരുടെ ധർമ്മമായിട്ട് കണക്കാക്കാൻ നമുക്ക് നമ്മുടെ കോർട്ടിസോളിന്റെ ധർമ്മമായിട്ട് കണക്കാക്കാം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ കോർട്ടിസോളിന് പ്രധാനമായിട്ട് എത്ര ധർമ്മങ്ങളാണുള്ളത്? 3 ധർമ്മങ്ങൾ. ഒന്നാമത്തത് സിന്തസൈസ് ഗ്ലൂക്കോസ് ഫ്രം പ്രോട്ടീൻ. പ്രോട്ടീനിൽ നിന്ന് എന്തിനെ ഉണ്ടാക്കി തരുന്നു? ഗ്ലൂക്കോസിനെ ഉണ്ടാക്കി തരുന്നു. രണ്ടാമതായിട്ട് പറഞ്ഞു എന്താണ്? സ്ലോ ഡൗൺ ദ ആക്ഷൻ ഓഫ് ഡിഫൻസ് സെല്ലുകളുടെ പ്രവർത്തനത്തെ എന്ത് ചെയ്യുന്നു? സ്ലോ ഡൗൺ ചെയ്യുന്നു, മന്ദീഭവിപ്പിക്കുന്നു. മൂന്നാമതായിട്ട് പറഞ്ഞു കൺട്രോൾ ഇൻഫ്ലമേറ്ററി ആക്ഷൻ ആൻഡ് അലർജിയെയും ഇൻഫ്ലമേറ്ററി ആക്ഷനുകളൊക്കെ എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നതും ആരുടെ ധർമ്മമായി കണക്കാക്കാൻ നമുക്ക്? കോർട്ടിസോളിന്റെ ധർമ്മമായിട്ട് കണക്കാക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അഡ്രീനൽ ഗ്ലാൻഡിന്റെ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാമത്തെ ഹോർമോണിനെ കുറിച്ച് പറഞ്ഞു. ഹോർമോണിന്റെ പേര് കോർട്ടിസോൾ. കോർട്ടിസോളിന്റെ ഫംഗ്ഷനുകളാണ് നമ്മൾ എത്ര പറഞ്ഞത്? 3 പറഞ്ഞു. ഇനി അടുത്ത ആൾഡോസ്റ്റിറോൺ എന്ന് പറയുന്നത്. ആൾഡോസ്റ്റിറോണിന്റെ ധർമ്മം കിട്ടണം. ഇറ്റ് ഹെൽപ്സ് ടു റെഗുലേറ്റ് ദ സാൾട്ട് വാട്ടർ ബാലൻസ് ഇൻ അവർ ബോഡി. ജല ലവണ തുലനാവസ്ഥ, ശരീരത്തിനുള്ളിലെ ജല ലവണ തുലനാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് ആരുടെ ധർമ്മമായി കണക്കാക്കുന്നത്? ആൾഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിന്റെ ധർമ്മമായിട്ട് നമ്മൾ കണക്കാക്കും. 2 ഹോർമോണുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്നാമത്തെ ഹോർമോൺ കോർട്ടിസോൾ, രണ്ടാമത്തെ ഹോർമോൺ എന്താണ്? ആൾഡോസ്റ്റിറോൺ. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ എന്താണ്? സാൾട്ട് വാട്ടർ ബാലൻസ് എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്യുക. അതേപോലെ ആൾഡോസ്റ്റിറോണിന്റെ മറ്റു ധർമ്മം കൂടി നമുക്ക് പറയാം. ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നതും ആരുടെ ധർമ്മമായി കണക്കാക്കാം? ആൾഡോസ്റ്റിറോണിന്റെ ധർമ്മമായിട്ട് കണക്കാക്കാം. മൂന്നാമത്തെ ആളാണ് സെക്സ് ഹോർമോൺ. സെക്സ് ഹോർമോൺ ധർമ്മം എന്ന് പറഞ്ഞാൽ ഹെൽപ്സ് ടു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സെക്സ് ഓർഗൻസ് ഇൻ ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിലെ സെക്സ് ഓർഗൻസിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും സഹായിക്കുക എന്നതാണ് സെക്സ് ഹോർമോണിന്റെ ധർമ്മമായിട്ട് നമുക്ക് കണക്കാക്കുവാൻ സാധിക്കും. അപ്പൊ 3 ഹോർമോണുകളെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അഡ്രീനൽ ഗ്ലാൻഡിന്റെ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്നത് 3 ഹോർമോണുകളാണ്. ഒന്നാമത്തെ ഹോർമോണിന്റെ പേര് കോർട്ടിസോൾ, രണ്ടാമത്തെ ഹോർമോണിന്റെ പേര് ആൾഡോസ്റ്റിറോൺ, മൂന്നാമത്തെ ഹോർമോണിന്റെ പേര് സെക്സ് ഹോർമോൺ. കോർട്ടിസോളിന് 3 ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. ഒന്നാമത്തെ ഫംഗ്ഷൻ പറഞ്ഞു പ്രോട്ടീനിൽ നിന്ന് എന്തിനുണ്ടാക്കിയെടുക്കാം? ഗ്ലൂക്കോസിനെ ഉണ്ടാക്കിയെടുക്കാം. രണ്ടാമത്തത് ഡിഫൻസ് സെല്ലുകളുടെ പ്രവർത്തനത്തെ എന്ത് ചെയ്യുക? സ്ലോ ഡൗൺ ചെയ്യുക. മൂന്നാമത്തത് എന്താണ്? അലർജിയെയും അതേപോലെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസുകളെയും ഒക്കെ എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക. അടുത്ത രണ്ടാമത്തെ ഹോർമോൺ ആയിരുന്നു ആൾഡോസ്റ്റിറോൺ. ആൾഡോസ്റ്റിറോണിന് 2 ഫംഗ്ഷനാണ് പറഞ്ഞത്. ഒന്ന് മെയിൻറ്റെയിൻ സാൾട്ട് വാട്ടർ ബാലൻസ് ഇൻ അവർ ബോഡി. ശരീരത്തിലെ ജല ലവണ തുലനാവസ്ഥ എന്ത് ചെയ്യുക? മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് മെയിൻറ്റെയിൻ ബ്ലഡ് പ്രഷർ, രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക എന്നതും ആരുടെ ധർമ്മമായി കണക്കാക്കാം? ആൾഡോസ്റ്റിറോണിന്റെ. അടുത്ത മൂന്നാമത്തെ ഹോർമോൺ ആണ് ഇത് സെക്സ് ഹോർമോൺ അല്ലെങ്കിൽ ലൈംഗിക ഹോർമോണുകൾ. growth and maintain growth and development of sex organs in human body. മനുഷ്യ ശരീരത്തിലെ സെക്സ് ഓർഗൻസിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും സഹായിക്കുക എന്നതും ആരുടെ ധർമ്മമായി കണക്കാക്കാൻ നമുക്ക്? സെക്സ് ഹോർമോണിന്റെ ധർമ്മമായിട്ട്. തീർന്നില്ല. കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ മാത്രമാണ് പറഞ്ഞത്. അടുത്ത മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കുറിച്ച് പറയണം. മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എപ്പിനെഫ്രിൻ ആൻഡ് epinephrine and norepinephrine. Epinephrine and norepinephrine. അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ എന്ന് വേണമെങ്കിലും പറയാം. എപ്പിനെഫ്രിന്റെ മറ്റൊരു പേരാണ് അഡ്രിനാലിൻ, നോർഎപ്പിനെഫ്രിന്റെ മറ്റൊരു പേരാണ് നോർ അഡ്രിനാലിൻ എന്ന്. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അപ്പം എപ്പിനെഫ്രിൻ എന്നും നോർഎപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ എന്നിങ്ങനെ 2 ഹോർമോണുകളെയാണ് ആര് നമുക്ക് ഉത്പാദിപ്പിച്ചു നൽകുന്നത്? മെഡുല ഉത്പാദിപ്പിക്കും. നമുക്ക് നോക്കാം എന്താണ് ഈ ഹോർമോണുകൾക്ക്. ഒരു പ്രത്യേകതയുണ്ട്. ഡ്യൂറിംഗ് ദ എമർജൻസി സിറ്റുവേഷൻ, ഒരു അടിയന്തര സാഹചര്യത്തിൽ, ഒരു ക്രൈസിസ് വരുമ്പോൾ ധാരാളമായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് ആരെന്ന് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ എപ്പിനെഫ്രിൻ. നമ്മൾ ഒന്നാമത്തെ പാഠഭാഗത്തിനകത്ത് സിമ്പതറ്റിക് സിസ്റ്റത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എമർജൻസി സിറ്റുവേഷൻ തരണം ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന ആളുകളാണ്. ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമ്മുടെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ ക്രൈസിസിനെ ഓവർകം ചെയ്യുവാൻ നമ്മളെ സഹായിക്കുക എന്നതാണ് ആരുടെ ധർമ്മമായി കണക്കാക്കുന്നത്? ആദ്യത്തെ ഹോർമോണിന്റെ ധർമ്മമായ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലിന്റെ ധർമ്മമായി കണക്കാക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ?
ആ അഡ്രിനാലിനോടൊപ്പം അല്ലെങ്കിൽ എപ്പിനെഫ്രിനോടൊപ്പം ചേർന്ന് നിന്ന് സഹായിക്കുന്ന രണ്ടാമത്തെ ഹോർമോണാണ് ആരെന്ന് പറഞ്ഞിരിക്കുന്നത് നോർ എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ എന്തെന്ന് പറയുന്നു നോർ അഡ്രിനാലിൻ എന്ന്. ഇവര് ഏറ്റവും കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നത് എമർജൻസി ടൈമിലാണ്, അടിയന്തര സാഹചര്യത്തിലായതുകൊണ്ട് ദീസ് ഹോർമോൺസ് ആർ ആൾസോ കാൾഡ് എമർജൻസി ഹോർമോൺസ്. അതുകൊണ്ട് ഈ ഹോർമോണുകളെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? എമർജൻസി ഹോർമോൺസ് അല്ലെങ്കിൽ അടിയന്തര ഹോർമോൺസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ക്ലിയർ ആയാലോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആരെ കുറിച്ച് പറയാനുള്ളത്? അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്ലാൻഡിനെ കുറിച്ച് പറയാം. അഡ്രിനൽ ഗ്ലാൻഡിന് രണ്ട് ഭാഗങ്ങളാണ്, കോർട്ടെക്സ്, മെഡുല. കോർട്ടെക്സ് 3 ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്നു, കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, സെക്സ് ഹോർമോൺ. മെഡുല 2 ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്നു, എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ, അല്ലെങ്കിൽ അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിനെ കുറിച്ച് പറയാനുള്ളത്? അഡ്രിനൽ ഗ്ലാൻഡിനെ കുറിച്ച് സംസാരിക്കാൻ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ